അതാണ് അതിന്റെ ഒരു സൂത്രം. സൂത്രം. അല്ലാതെ ബാക്കി ഒരു പാമ്പും അതാണ് ചെവിടി കേൾക്കൂല എന്ന് പറയുന്നത്. പിന്നെ പാമ്പ് പാല് കുടിക്കില്ല, ദഹിക്കാൻ പറ്റൂല അവർക്ക്, ദഹിക്കില്ല. പാമ്പ് പാല് കുടിക്കും, പാമ്പ് എന്താ പറയാ വഴിപാടുകൾ തന്നെ ഉണ്ടല്ലോ. അത് ഒരു അതിലൂടെ ഞാൻ പോണേ, അതൊരു വിശ്വാസത്തിന്റെ ഭാഗം. അത് അങ്ങനെ തന്നെ തൊടുന്നില്ല. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടു വന്നാണ് നമ്മൾ ഇന്ത്യക്കാർ. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ആൾക്കാരിലുണ്ട്. മുമ്പ് നേരെ പോകുന്നത് ഒരു വൈദ്യന്റെ അടുത്തോട്ടായിരുന്നു, ഇപ്പൊ ഇതെല്ലാം മാറി. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാനും ഡെത്ത് റേറ്റ് കുറഞ്ഞു. ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ആകെ 43 പേരാണ് മരണപ്പെട്ടാണ്. അത് ഓൾ ഓവർ ഇന്ത്യയിൽ 50,000 പേര് പാമ്പടിയേറ്റ് മരിക്കുമ്പോൾ കേരളത്തിൽ 43 എത്തിയേക്കുന്നത് സർപ്പ എന്നൊരു സംവിധാനം തന്നെയാണ്. ആളുകളോട് ബോധവൽക്കരണം എത്തി. ഇപ്പോ ഉത്തരാകൊല കേസും പിന്നെ നമ്മുടെ ഇവിടെ വയനാട് ഒരു കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് പാമ്പ് പിടിച്ചത്, അതിനുശേഷം അല്ല ക്ലാസ്സിൻ്റെ അകത്തൊരു മാളത്തിൽ നിന്ന് വന്നിട്ട് പാമ്പ് പിടിച്ച് അതിനുശേഷമാണ് ഈ സർപ്പ സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഈ സർപ്പയുടെ വോളണ്ടിയർമാർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് സ്കൂളുകളിൽ, പിന്നെ കോളേജുകളിൽ, പിന്നെ റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ ആര് പറഞ്ഞാലും നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നു. അങ്ങനെ എവിടെ പോകണം, അതായത് ഒരു പാമ്പ് കടിയേറ്റ് എന്ത് ചെയ്യും, പാമ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ആൾക്കാരുടെ ബോധവൽക്കരണം നടത്തിയതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഈ പറഞ്ഞ 43 എത്തിയെന്നുള്ളത്.